നമസ്കാരം, ഞാൻ നാസർ പൊന്നാട്. ചാനൽ 5+ലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായി നമ്മളെ കണ്ടിട്ട്. ഞാനൊന്ന് നാട്ടിലൊക്കെ പോയി നമ്മുടെ സലാംക്കയുടെ അസുവിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് മൂവാറ്റുപുഴ പീസ് വാല്യൂ ഇതൊക്കെ കഴിഞ്ഞ് കറങ്ങിയടിച്ച് വന്നു. നല്ല പനിയും ജലദോഷവും ശ്വാസതടസ്സമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ പ്രയാസങ്ങളൊക്കെ കാണും. എന്നിട്ട് ഞാൻ ഇന്ന് ക്യാമറയ്ക്ക് മുമ്പിൽ വരാനുള്ള കാരണം, നമ്മൾ PV അൻവർ അദ്ദേഹം ഓടി നടക്കുകയാണ്. ആദ്യം അദ്ദേഹം തമിഴ്നാട്ടിൽ പോയി, അത് കഴിഞ്ഞ് കേരളത്തിൽ വന്നു, പാലക്കാടും ചേലക്കരയിലൊക്കെ ഓടി പാവം തളർന്ന അവസാനം പുള്ളിക്കാരൻ എന്ത് ചെയ്തു, നമ്മുടെ ജീവൻ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആനയുടെ പേരിൽ ഫോറസ്റ്റ് ഓഫീസൊക്കെ അടിച്ച് തകർത്തു എന്നൊക്കെ പറഞ്ഞ് ജയിൽവാസമൊക്കെ കഴിഞ്ഞ് നമ്മുടെ മമതാ ബാനർജിയുടെ പശ്ചിമ ബംഗാളൊക്കെ പോയി തിരിച്ചു വന്നപ്പോൾ നമ്മളിങ്ങനെ അടങ്ങിയിരിക്കുന്നത് മോശമല്ലേ. അപ്പോൾ PV അൻവറിന് സർവ്വവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ടാവട്ടെ ഇന്നത്തെ നമ്മുടെ ചാനൽ ചർച്ച. ഒരു കാര്യം കൂടി പറയാം, ഞാൻ തമാശയായിട്ടാണ് തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുഴുവൻ കേൾക്കണം. കാരണം അവസാനം നമ്മൾ PV അൻവറിൻ്റെ ഒരുപാട് സാധ്യതകളുണ്ട്. അത് നമ്മൾ കുറച്ച് കാര്യമായിട്ട് പറഞ്ഞത് അത് ആദ്യം തന്നെ പറയേണ്ടതെന്ന് കരുതിയിട്ടാണ്. അല്ലെങ്കിൽ തന്നെ മുമ്പരെങ്ങനെ നമ്മൾ മലപ്പുറം ഭാഷയെ പറഞ്ഞാൽ മുച്ചുമ കയറ്റണ്ട. അപ്പോൾ നമുക്ക് ആദ്യം നമ്മളതിൻ്റെ കാര്യങ്ങൾ തുടങ്ങിയതിന് ശേഷം അൻവറിൻ്റെ സാധ്യതകളെക്കുറിച്ച് നമ്മൾ പറയണം. അത് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ സാധ്യത അൻവർ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ കണ്ട സാധ്യതകളെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ തുടങ്ങാം അല്ലേ. അങ്ങനെ PV അൻവറിൻ്റെ ഈ വർഷത്തെ ആദ്യത്തെ പ്രവചനം വന്നു. അൻവർ സ്ഥാനം ഒഴിഞ്ഞ നിലമ്പൂർ UDF VS ജോയിയെ മത്സരിപ്പിക്കുകയാണെങ്കിൽ 30,000-ന് മുകളിൽ ഭൂരിപക്ഷം കിട്ടും. ഇനി അതല്ല ആര്യാടെ ഷൗക്കത്തങ്ങാണ്ട് മത്സരിക്കുകയാണെങ്കിൽ എന്താവും എന്ന് പറയാനും പറ്റില്ല. അറക്കൽ BVയെ കെട്ടാൻ അൻവറിന് സമ്മതമാണെങ്കിലും BVയും ആങ്ങളമാരും വേണമോ വേണ്ടയോ എന്ന് തന്നെ തീരുമാനിച്ചു എടുത്തിട്ടില്ല. പക്ഷെ അൻവർ തീരുമാനിച്ചു കഴിഞ്ഞു. BV ഏത് വള ഇടണം, ഏത് സാരി ഉടുക്കണം, ഏത് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ അൻവർ തീരുമാനിച്ചു കഴിഞ്ഞു. UDFൽ അൻവറിന് എടുക്കണോ വേണ്ടയോ എന്ന് മുന്നണി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. എന്നാൽ 18 അടവും പയറ്റി തളർന്ന അൻവർ UDFൻ്റെ വരാന്തയിൽ വാതിലും തുറക്കുന്നത് കാത്തിരിപ്പാണ്. ഇതുവരെ ചെയ്ത സമസ്ത അപരാധങ്ങൾക്ക് മാപ്പ് പറഞ്ഞു. VT സതീശൻ്റെ 150 കോടി അഴിമതി ആരോപണം മനസാ വാച കർമ്മണ ഞാൻ പറഞ്ഞതല്ല, പിണറായിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി തല്ലി പറയിപ്പിച്ചതാണ്, പൊറുക്കണം, കേൾക്കേണ്ട താമസം. VD സതീശൻ മുൻകാല പ്രാബല്യത്തോടെ എല്ലാം പുറത്തു കൊടുത്ത് രസീതും എഴുതി കൊടുത്തു. പിന്നെ രാഹുലിൻ്റെ DNA ടെസ്റ്റ്, അത് DNA അല്ല പൊളിറ്റിക്കൽ DNA ആണെന്ന് തിരിച്ചു പറഞ്ഞ് ഇനി ആരെങ്കിലും തിരിച്ച് വല്ലതും ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനും ക്ഷമിക്കണം. എന്നിട്ടും എന്താ ഈ വാതിൽ തുറക്കാൻ ഇത്ര താമസം? ആ KT ജലീലിൻ്റെ കൂടെ കൂടി പാണക്കാട് തങ്ങളെ കണ്ണിൽ കണ്ടുകൂടാതെ ഇരുന്ന അൻവർ ഇപ്പതാ അവിടെയും ചെന്ന് കഞ്ഞി കുടിച്ചു, മാപ്പ് അപേക്ഷിച്ചു. സാദിഖലി ശിഹാബ് തങ്ങൾ ഇത് കേൾക്കേണ്ട താമസം എല്ലാം പുറത്ത് മന്ത്രിച്ച് തലയിലൂതി അനുഗ്രഹിച്ചു വിട്ടു. പിന്നെ ഈ കോൺഗ്രസ്സുകാർക്കൊരു സ്വഭാവമുണ്ട്, അത് പറയാക്കാൻ വയ്യ. തോറ്റ് തുന്നം പാടിയാലും പാർട്ടിയിലേക്ക് മറ്റൊരാൾ വരുന്നത് അവർ സഹിക്കൂല. കാരണം ഘടകകക്ഷികൾക്ക് പോലും കൊടുക്കാതെ കക്ഷത്ത് ഒതുക്കി വെച്ച സീറ്റുകൾ ഗ്രൂപ്പുകൾക്കും ഉപജാതികൾക്കൊക്കെ വീതിച്ച് നൽകാൻ തന്നെ തികയില്ല. പിന്നെ മറ്റുള്ളവരെങ്ങാനും ഈ പാർട്ടിയിലേക്ക് വന്നാൽ എങ്ങനെ കൊടുക്കും? ഉള്ളവരെ തന്നെ എങ്ങനെ ചവിട്ടി പുറത്താക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും അങ്ങോട്ട് വരരുത്. അൻവർ വന്നാലും കാര്യം കുറച്ച് വോട്ടൊക്കെ കിട്ടുമെങ്കിലും അത് ആര്യാടൻ ഷൗക്കത്ത് ജിക്ക് ഭാരയാകും. അൻവർ ഇടതുപക്ഷത്ത് നിന്ന് അടർന്നതോടെ ഷൗക്കത്ത് പുതിയ തിരക്കഥയുടെ അണിയറയിലാണ്. വാപ്പയുടെ പാരമ്പര്യം നിലനിർത്താൻ എങ്ങനെയെങ്കിലും MLA ആകണം, അല്ല ഞാൻ മോശമാണല്ലോ. അതിന് പറ്റിയ സമയമാണ് ഇപ്പോൾ വന്നു വീണത്. അത് പങ്കുവെക്കാൻ കൂടെ നിൽക്കുന്നവരെ തന്നെ സമ്മതിക്കൂല. എന്നിട്ടല്ലേ ഇത്രയും കാലം അപ്പുറത്ത് നിന്ന് സർവ്വ തെറിയും പറഞ്ഞ അൻവറിനെ സമ്മതിക്കുന്നു. അതുകൊണ്ട് തന്നെ അൻവറിൻ്റെ മുന്നണി പ്രവേശത്തെ ഒരിക്കലും ഷൗക്കത്ത് അംഗീകരിക്കില്ല. ഷൗക്കത്ത് ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്തിയതിനു ശേഷമാണ് ഫലസ്തീൻ ചുട്ടു ചാമ്പലായത് എന്നാണ് അൻവറിൻ്റെ പുതിയ കണ്ടുപിടുത്തം. അതോടെ അൻവർ അടക്കം കോഴിക്കോട് കടപ്പുറത്ത് ഐക്യദാർഢ്യം നടത്തി നമ്മുടെ മുക്കം വിഘടിത ഫൈസി മൂപ്പരങ്ങനെയാണല്ലോ സ്റ്റേജിൽ കയറി മുസല്ലയിട്ട് നമസ്കരിച്ചതിന് ശേഷമാണ് ഫലസ്തീൻ തകർന്ന് തരിപ്പണമായതെന്ന് ഇനി എന്നാണാവോ അൻവർ കുറ്റസമ്മേളനം നടത്തുക? കോഴിക്കോട് കടപ്പുറത്ത് ഫലസ്തീൻ ഐക്യദാർഢ്യ മഹാസമ്മേളനം CPM നടത്തി. എത്ര ആളുകളെ CPM ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷിച്ചു എന്ന കണക്കും അൻവർ ഉടൻ പുറത്തുവിട്ടേക്കാം.
ഇതൊക്കെ ഞാൻ അൻവറിനെ കൊച്ചാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അൻവർ ആരാ മോൻ? ഏത് നീരൊഴുക്കും തടയണ കെട്ടി നിർത്താൻ കെൽപ്പുള്ള ആൺകുട്ടിയാണ്. ഒരു കാലത്ത് മലപ്പുറത്ത് CPM കൺകണ്ട ദൈവമായിരുന്നു അൻവർ. പാവം CPIക്കാർ ഒട്ടും കുരവുമായിട്ട് ഏറനാട് മത്സരിപ്പിച്ച പാർട്ടി സ്ഥാനാർത്ഥിക്ക് 3000 വോട്ട് പോലും തികച്ചു നൽകാതെ അൻവറിനൊപ്പം അവർ വാങ്ങിക്കൊടുത്ത ബൈക്കിൽ ചെത്തി നടന്ന് പൊറാട്ടയും ബീഫും വയറ് നിറ കഴിച്ച് ഏമ്പക്കമിട്ട CPIയെ പടുകുഴിയിലേക്ക് തള്ളിയിട്ട് മുന്നണി മര്യാദ ഉയർത്തിപ്പിടിച്ച പാർട്ടിയാണ് CPM. അൻവർ അവിടെ നിന്ന് നിൽക്കാതെ വയനാട് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഒന്ന് സ്വതന്ത്രനായി മത്സരിച്ചു. കുറ്റം പറയരുതല്ലോ, തെറ്റില്ലാത്ത വോട്ട് അൻവറിന് ആ പാർലമെൻറ്റ് മണ്ഡലത്തിൽ പിടിക്കാൻ കഴിഞ്ഞു. ഇതുകൂടി ആയപ്പോൾ അൻവറിൻ്റെ ആസ്തിയും വകകളും കീശയുടെ വലുപ്പമൊക്കെ കണക്ക് കൂട്ടി CPM പിന്നെ നോക്കി നിന്നില്ല. അൻവറിനെ ഇത്രയും പരിശുദ്ധനും സത്യസന്ധനും സൽസ്വഭാവികമായൊരു നേതാവിന് CPM വേറെ എവിടുന്ന് കിട്ടാനാ? 2 തവണ നിലമ്പൂരിൽ CPM സ്വതന്ത്രനായി MLA ആയി തിരഞ്ഞെടുത്തതും പോരാഞ്ഞ് പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലത്തിൽ ലീഗിനെ മലർത്തിയടിക്കാനും പിണറായി വിജയൻ നിയോഗിച്ചത് അൻവറിനെയാണ്. നിലമ്പൂരിലെ കോൺഗ്രസിൻ്റെ പടലപ്പിണക്കം മുതലാക്കി ജയിച്ചതുപോലെ പൊന്നാനിയിൽ ജയിച്ചു കയറാമെന്ന് ഉറപ്പിച്ച് ജയിച്ചില്ലെങ്കിൽ MLA സ്ഥാനത്തിൻ്റെ രാജിവെക്കുമെന്ന് പ്രഖ്യാപനം നടത്തി. തോറ്റ് തുന്നം പാടിയപ്പോൾ മീഡിയക്കാർ ഈ രാജിവെക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പണ്ട് സിനിമയിലൊരു കമ്പിളിപ്പതപ്പ് എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ടല്ലോ, അതുപോലെ അൻവർ അത് കേൾക്കാതെ തടിയപ്പ്. അതാണ് PV അൻവർ. വായിൽ തോന്നിയത് അപ്പോൾ വിളിച്ചു പറയും. തമിഴ്നാട്ടിൽ പോയി DMK മെമ്പർഷിപ്പ് തന്നിട്ടില്ലെങ്കിലും തിരക്കടില്ല. കൊടിയുടെ കളറും പേരും തൽക്കാലം കടം വാങ്ങി പാലക്കാട് ഒന്ന് പേടിപ്പിക്കാനും ചേലക്കരയിലൊന്ന് വിറപ്പിക്കാനും ഒക്കെ ഒരുങ്ങി. രണ്ടും കാറ്റ് പോയപ്പോൾ കുറച്ച് ദിവസം മൂപ്പര് അടങ്ങി ഒതുങ്ങിയിരുന്നു. അതിരാവിലെ അൻവറിൻ്റെ മുഖം ഒന്ന് കാണിക്കാഞ്ഞാൽ ഉറക്കം വരാത്ത നമ്മളെ റിപ്പോർട്ടർ TVയും 24 ഒക്കെ ആകെ വിഷമിച്ചു. അപ്പോഴതാ ഒരാനയുടെ വേഷത്തിൽ പിണറായി വിജയൻ ജീവൻ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയിരിക്കുന്നു. പണ്ട് പെട്രോൾ ബോംബുമായി വരുന്ന അല്ലെങ്കിൽ മാഷാ അള്ളാ സ്റ്റിക്കർ ഒട്ടിച്ച് വരുന്ന സഖാക്കളെ പിടിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ ഈ പിണറായി വിജയന് 2 ടേം മുഖ്യമന്ത്രിയായതോടെ കാട്ടുപോത്തും ആനയും പുലിയും കരടിയും നായ്ക്കളും വരെ പാർട്ടി മെമ്പർഷിപ്പ് എടുത്ത് ജീവൻ രക്ഷാപ്രവർത്തനത്തിന് നാട്ടിലിറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. ഇതെന്തായാലും ശോഷം മേപ്പോട്ടോ കീപ്പോട്ടോ എന്നറിയാതെ കിടന്നിരുന്ന അൻവറിനൊരു പുതുജീവൻ നൽകി. പാർട്ടിക്കാരൻ നടുറോട്ടിൽ സ്റ്റേജ് കെട്ടിയാലും പീഡിപ്പിച്ചാലും പേടിപ്പിച്ചാലുമൊക്കെ അവർക്കൊക്കെ സ്തുത്യർഹ സേവനത്തിന് മെഡൽ കൊടുക്കുന്ന പിണറായി വിജയൻ്റെ പോലീസ് നട്ടപാതിരയ്ക്ക് തന്നെ അൻവറിനെ വിളിച്ചു വരുത്തി തവനൂർ ജയിലിൽ കൊണ്ടുപോയി സൽക്കരിച്ചു. അൻവറിന് വേണ്ടി അവർ അപ്പങ്ങളെല്ലാം ചുട്ടു മണവാളനെ സ്വീകരിക്കാൻ ഒരുങ്ങിയപ്പോഴേക്കും അൻവർ എന്ന മണവാളൻ ആഡംബര കാറിൽ വീടണഞ്ഞു. പിന്നെ ഒരൊറ്റ അത്യുഗ്രൻ പ്രഖ്യാപനമായിരുന്നു: നിങ്ങൾ എന്നെ കൂട്ടിയാലും കൂട്ടിയിട്ടില്ലെങ്കിലും ഞാൻ UDFിലുണ്ട്. ആദ്യം പാണക്കാട് വിളിച്ച് ഉച്ചക്കൊരു തൂണ് തരുമോ എന്ന് ചോദിച്ചു. പാർട്ടിയോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ പിന്നെ മരുന്നും ഊണും ചികിത്സയും ഡയാലിസിസും വീടുമൊക്കെ നൽകുന്ന മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് അൻവറിനോട് നോ പറയാൻ കഴിയുമോ? ചെന്ന് ചോറും തിന്ന് കൂറ് പ്രഖ്യാപിച്ച് അൻവർ മടങ്ങി. പിന്നെ ഓരോ കോൺഗ്രസ് നേതാക്കളെയും പേരെടുത്ത് പറഞ്ഞ് ക്ഷമാപണം നടത്തി. കോൺഗ്രസ് ആയതുകൊണ്ട് ക്ഷമിച്ചു എന്ന് പുറത്ത് അറിയണമെങ്കിൽ പോളിംഗ് ബൂത്തിൽ തന്നെ ചെല്ലണം. കാരണം മുന്നണിക്കാരോ ഗ്രൂപ്പുകാരോട് തന്നെ പാർട്ടിയിലെ നേതാക്കളോട് തന്നെ ക്ഷമിക്കാൻ അവർക്ക് കുറച്ച് പ്രയാസമാണ് പല കാര്യങ്ങളിൽ. അത് നമ്മൾ ഇലക്ഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാരം വെക്കുമ്പോഴും പിന്നെ പാലം വലിക്കുമ്പോഴൊക്കെ നമുക്കറിയാലോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ തമാശയായി പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഈ അൻവറിൻ്റെ ഈ പുതിയ രംഗപ്രവേശനത്തിനെ അവഗണിക്കരുത്. അൻവറിൻ്റെ മുന്നിൽ കുറേ സാധ്യതകളുണ്ട്. അത് അൻവറിന് മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല. ഇനി ഇത് മനസ്സിലാക്കിയിട്ടാണ് അൻവർ പശ്ചിമ ബംഗാളിൽ പോയത് എന്നറിയില്ല. ഇപ്പോൾ നമുക്കറിയാലോ, എൻ്റെ നാട്ടിൽ ഒരു ആചാര്യരുണ്ട്. മൂപ്പർ ഞാൻ കണ്ട അന്ന് മുതൽ കടുത്ത CPM വിരോധിയാണ്. എന്നാൽ കുറച്ച് കാലമായിട്ട് അദ്ദേഹത്തിന് CPMനോട് ഒരു അനുകൂല മനോഭാവം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല ആചാര്യ എന്താ നിങ്ങൾക്ക് ഈ കാരണം എന്ന് വെച്ചുകൊണ്ട് നാസർജി കണ്ടോ? എൻ്റെ ഈ തോട്ടത്തിലൊക്കെ, അദ്ദേഹം നല്ല കൃഷിക്കാരനാണ്, ഈ തോട്ടത്തിലൊക്കെ പണിയെടുക്കുന്ന ബംഗാളികളാണ്. പണ്ട് VS അച്യുതാനന്ദനും പിണറായി സഖാക്കളൊക്കെ ബംഗാളിലേക്ക് നോക്കൂ എന്ന് പറയുമ്പോൾ നമുക്ക് ബംഗാളിലേക്ക് നോക്കാൻ വലിയ പ്രയാസമായിരുന്നു. ഇപ്പം ബംഗാളിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ കക്കൂസും കുഴിയിലോ വേസ്റ്റ് മാതുന്നിടത്തോ
ചാണകക്കുഴിയിലൊക്കെ തിരഞ്ഞാൽ അവിടെയൊക്കെ ബംഗാൾ കാണാം. ഈ ബംഗാളികളൊക്കെ സത്യത്തിൽ നമുക്ക് സംഭാവന നൽകിയതാരാ? 33 വർഷക്കാലം 3 പതിറ്റാണ്ടിലധികം കാലം CPM അടക്കി ഭരിച്ചതുകൊണ്ട് യാതൊരു വികസനവും ലഭിക്കാതെ, തൊഴിൽ ലഭിക്കാതെ ഈ പാവങ്ങളുണ്ടായത് കൊണ്ടാണ് നമ്മുടെ ഇവിടെ കൃഷിയും കന്നുകാലി പരിചരണവും കക്കൂസ് മാന്തലും വേശുകുഴി മാന്തലൊക്കെ നടക്കുന്നത്. ഇതെങ്ങാണ്ട് CPM ഭരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ബംഗാളികളെ കിട്ടുമോ? ഇപ്പതാ മമത കുറച്ചു കാലം ഭരിക്കാൻ തുടങ്ങി നോക്ക്, ഈ ബംഗാളികൾക്ക് ഓരോന്നായി വീണ്ടും തിരിച്ച് ബംഗാളിലേക്ക് പോകാൻ തുടങ്ങി. ഇപ്പം ഇനി UP-ന്നോ രാജസ്ഥാനിന്നോ ഹരിയാനയെന്നോ ബീഹാറെന്നൊക്കെ ആളെ കിട്ടണം. അപ്പോൾ അതുകൊണ്ട് ഈ സഖാവ് പറഞ്ഞു, ഞാൻ എന്തെന്നായാലും ഈ CPM ഞാൻ അക്കാര്യത്തിൽ എനിക്ക് അംഗീകരിച്ചേ തീരൂ. കാരണം ബംഗാളിൽ അവർ ഭരിച്ചതുകൊണ്ട്. അപ്പോൾ ആ ബംഗാളികൾ ഒരുപാട് ഇനിയും ബംഗാളികൾ മാത്രമല്ല ഉത്തരേന്ത്യക്കാരായ ഒരുപാട് ആളുകൾ കേരളത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. നമ്മൾ മിനിയാന്നങ്ങാണ്ട് നമ്മളെ CPM-ൻ്റെ റഹീം MP ഒരു പ്രസ്ഥാനം നടത്തി എല്ലാവരും കേരളത്തിലേക്ക് ജോലി അന്വേഷിച്ച് വരികയാണ്, കേരളം മാതൃകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തെന്നായാലും ഇവിടെ കക്കൂസും കുഴി തോണ്ടാനും ചാടം വാരാനൊക്കെ ആയിട്ട് ഒരുപാട് അന്യസംസ്ഥാന ജീവനക്കാർ ഇവിടെ വരുന്നുണ്ട്. റഹീം പറഞ്ഞത് നിങ്ങൾ പെരുമ്പാവൂരിലേക്ക് നോക്കുമെന്ന്. പെരുമ്പാവൂരിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്നുണ്ട്. അതിലൊരു ചെറിയ ശതമാനം ബംഗാളികൾ തന്നെയാണ്, അത് നമ്മൾ നിശ്ചയിക്കാൻ കഴിയില്ല, പശ്ചിമ ബംഗാളിൽ നിന്നുള്ളവർ. അപ്പോൾ നേരത്തെ തൃണമൂൽ കോൺഗ്രസ് കേരളത്തിലൊരു പച്ച പിടിക്കാനുള്ള ശ്രമമൊക്കെ നടത്തി. ആദ്യം കാസർഗോട്ടെ നമ്മളൊന്നുണ്ട് സുഹൃത്തുക്കളും എടക്കര ഭാഗത്തുള്ള ചില സുഹൃത്തുക്കൾക്ക് ചില ചില്ലറൊക്കെ കൊടുത്തു കേട്ട് അവരെയൊക്കെ ഒന്ന് ബംഗാൾ തൃണമൂലിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് വലിയ ഘോഷങ്ങളൊക്കെ നടത്തി. എനിക്കൊന്ന് എടക്കരയിലൊക്കെ വലിയ സെമിനാറുകളൊക്കെ നടത്തി. കാസർഗോഡ് അവിടെ ഇവിടെയൊക്കെ ചെറിയ മീറ്റിംഗ് നടത്തി. കുറേ കാശ് പോയി എന്നല്ലാതെ ഒരൊറ്റ തൃണമൂൽ മെമ്പർമാരെ അവർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞാൽ എനിക്കൊന്ന് ജോസ് കുറ്റ്യാനിയോ ആരൊക്കെ തോന്നുന്നുണ്ട് കുറച്ച് ആളുകളൊക്കെ കൂട്ടിയിട്ട് പുതിയ എറണാകുളം ബേസ് ചെയ്തുകൊണ്ട് ഒരു ചർച്ചയൊക്കെ നടത്തി. അതും ക്ലച്ച് പിടിച്ചില്ല. ഇപ്പോൾ ഇനി അൻവർ പണിയെടുക്കുകയാണെങ്കിൽ, അൻവറിന് പണിയെടുക്കാൻ മടിയൊന്നുമില്ല. അപ്പോൾ അൻവർ പണിയെടുക്കുകയാണെങ്കിൽ ഓരോ പഞ്ചായത്തിലും ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നടക്കുമെന്നറിയില്ല, വേണമെങ്കിൽ നടത്താം. ഓരോ തെരഞ്ഞെടുപ്പ് പഞ്ചായത്തുകളിലും ഓരോ വാർഡുകളിലും നിർണായക വോട്ടിംഗ് ശക്തിയാകാൻ മാത്രമുള്ള ബംഗാളികളും ഇതര സംസ്ഥാന തൊഴിലാളികളും കേരളത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇവർക്ക് വോട്ടവകാശമുണ്ടാക്കി അവരെ കൃത്യമായി പഠിപ്പിച്ച് പാർട്ടിക്ക് കീഴിൽ അണിനിർത്താൻ കഴിഞ്ഞാൽ അത് വലിയൊരു ശക്തിയാക്കി മാറ്റാൻ അൻവറിന് കഴിയും, ഒരു സംശയം വേണ്ട. പക്ഷെ അൻവർ അങ്ങോട്ട് തിരിയില്ലെന്ന് എനിക്കറിയില്ല. എന്ത് തന്നെ ആയാലും അൻവർ ഇപ്പോൾ ഈ തുറന്നുവിട്ട ഭൂതമാണ്. ഇത് CPM-നെ എവിടെ കൊണ്ടുപോയി എത്തിക്കും, CPM എത്രത്തോളം പരിക്കേൽപ്പിക്കും, അതല്ല ഇനി ഇടത് UDF-ലേക്ക് വന്നാൽ UDF-ൽ എന്തൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കും നമുക്കറിയില്ല. ഇപ്പം തന്നെ പുള്ളി പറയുന്നത് നിലമ്പൂർ മുന്നണിക്ക് വന്നിട്ടില്ല, നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന് പകരം അവിടെ VS ജോയി മത്സരിക്കണം, ക്രിസ്ത്യൻ സമുദായത്തിന് പ്രാതിനിധ്യം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതിലൊക്കെ നമുക്ക് പല ഉദ്ദേശങ്ങളും അൻവറിൻ്റെ ഉണ്ടാവാം. അപ്പം അങ്ങനെയൊന്നുമില്ലാതെ നല്ല കുട്ടിയായി UDF-ൽ അടങ്ങി ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ അൻവറിന് ഇനിയും പല തടയണയും കെട്ടാനുള്ള സാധ്യതകൾ മുമ്പിലുണ്ട്. ആ സാധ്യത കളഞ്ഞു കുളിക്കരുത് എന്ന അപേക്ഷയോടെ ഞാൻ നിർത്തുന്നു. ജയ് ഭാരത്, നമസ്കാരം.